തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ മുൻ കൗൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മത്സരിക്കാൻ ഇറങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ജയപ്രകാശ് പൂവത്തിങ്കൽ കഴിഞ്ഞ തവണ തൃശൂർ നഗരത്തിലെ കോർപ്പറേഷൻ ഡിവിഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതിനു മുൻപ് സ്ഥിരം സമിതി അധ്യക്ഷനൊക്കെ ആയിരുന്നു. കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു ജയപ്രകാശ് പൂവത്തിങ്കൽ. എന്തായാലും നിലവിലും കോൺഗ്രസ് അംഗം തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി സജീവമായൊക്കെ മുന്നോട്ട് പോകുന്നയാളാണ്. ഈ സമയത്ത് തന്നെ നിരന്തരമായി അവഗണിക്കുകയാണ്. പാർട്ടിയുടെ വേദികളിൽ പല പരിപാടികളിലും തന്നെ വിളിക്കാറില്ല. തന്നെ പല വേദികളിലും അവഗണിക്കുന്നു. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ മുഴുവൻ ചില വിഭാഗങ്ങൾക്ക് മാത്രമായി കൊടുക്കുന്നു, ചില ആളുകളുടെ ഇഷ്ടക്കാർക്ക് മാത്രമായി കൊടുക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം ഒരു റിബൽ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസ്സുകാരനാണ്, മുൻ കൗൺസിലറാണ്, ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന മുഖം തന്നെയാണ് ജയപ്രകാശ് പൂവത്തിങ്കൽ. ജയപ്രകാശ് ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും ഇതൊരു വലിയ വെല്ലുവിളി അല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ചെറിയ തോതിലുള്ള വോട്ടുകൾ, രാജൻ ജെ പല്ലൻ മുൻ മേയറാണ് മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ ചെറിയ ചില വോട്ടുകളെങ്കിലും ഭിന്നിപ്പിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും റിബൽ സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിലും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. നിലവിൽ വിമത സ്ഥാനാർത്ഥിയായി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ജയപ്രകാശ് പൂവത്തിങ്കൽ.